ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും ആഗ്രഹങ്ങൾക്കൊപ്പം ജീവിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചു. എന്റെ യാത്രകൾ പോലും നല്ലൊരു കുടുംബിനിയാവാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചു. അപ്പോ ജയരാമേട്ടൻ എന്താ ചെയ്തേ? ഞാൻ അനിയത്തിയെ പോലെ കണ്ടൊരു പെൺകുട്ടിയോടൊപ്പം മാധുരിക്കൊപ്പം ജയരാമേട്ടൻ സന്തോഷമായിട്ട് ജീവിക്കുമ്പോ ഞാൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല ജയരാമേട്ടൻ. ഞാനും ഒരു മനുഷ്യജീവിയ ജയരാമേട്ട. എനിക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നേക്കോ എന്നതുപോലെ ജയരാമേട്ടൻ എന്നെ വിട്ടുപോയിട്ടും ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ജയരാമേട്ടന്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഇവിടെ ജനാർദ്ദന കൈമളിന്റെയും രാജലക്ഷ്മി അമ്മയുടെയും അനുസരണയുള്ള മരുമകളായി അല്ല, മകളായി തന്നെ ചെമ്പകമംഗലത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. അത് മതിയായിരുന്നു, അത് മാത്രം മതിയായിരുന്നു എനിക്ക്. മാധുരിയുടെ മരണമോ ജയരാമേട്ടന്റെ മടങ്ങിവരവോ ഞാൻ ആഗ്രഹിച്ചതല്ല. എനിക്കത് വിധിച്ചിട്ടില്ലെന്ന് കരുതി സ്വയം ആശ്വസിച്ചു. പക്ഷേ ജയരാമേട്ടൻ മടങ്ങി വന്നപ്പോ അറിയാതെ ഞാൻ സ്വപ്നങ്ങൾ കണ്ടു. മനസ്സിൽ നിന്ന് മാറ്റിവെച്ച ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അറിയാതെ വീണ്ടും ഉണ്ടായിപ്പോയി. ഞാനും ഒരു പെണ്ണല്ലേ. ജയരാമേട്ടൻ എനിക്ക് വീണ്ടും ഭർത്താവായി. മാധുരിയുടെ മകൾ എനിക്ക് മകളായി. ആ സന്തോഷം എന്നേക്ക് നീണ്ടു നിൽക്കുമെന്ന് ഞാൻ കൊതിച്ചു. പക്ഷെ സ്നേഹം തന്ന് ചേർത്ത് പിടിച്ച് വീണ്ടും എന്നെ ചതിച്ചു കളഞ്ഞില്ലേ. അങ്ങനെ ഒരു ഭാഗ്യം വിധിച്ചിട്ടില്ലെന്ന് കരുതി ഒതുങ്ങിക്കൂടാം മനസ്സിനെ പാകപ്പെടുത്തുമ്പോ ഈ പെയ്തു. ഇനി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ജയരാമേട്ട? ഈ പ്രായത്തില്, അതും ജയരാമേട്ടന്റെ മരണശേഷം. ജയരാമേട്ടനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളായത്. ഏത് മലമുകളിൽ നിന്നും വിളിച്ചു പറയുമായിരുന്നു, എന്റെ ജയരാമേട്ടന്റെ ജീവന്റെ ഒരു അംശം എന്റെ വയറ്റിൽ തുടിക്കുന്നുണ്ടെന്ന്. ആരുടെ എതിർപ്പിനെയും ഞാൻ സധൈര്യം അതിജീവിച്ചന്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ഉത്തരം തേടായിരുന്നു. ഇതിപ്പോ എന്നെ ഒറ്റയ്ക്കാക്കി പോയി കളഞ്ഞില്ലേ ജയരാമേട്ട? നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വില എന്റെ വയറ്റിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ വയ്യ. ജയരാമേട്ടൻ ഒരു മറുപടി പറ. ഏത് ലോകത്തിരുന്നായാലും ജയരാമേട്ടൻ ഇതിനൊരു മറുപടി പറഞ്ഞേ തീരൂ. ഒരുപാട് സ്നേഹിച്ച് ചേർത്ത് നിർത്തി അവസാനം മരണം കൊണ്ട് എന്നെ ചതിച്ചില്ലേ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്നെ ചതിച്ചില്ലേ ജയരാമേട്ട? എന്നെ ചേർത്ത് നിർത്തി എന്റെ കുഞ്ഞിന്റെ അമ്മയായതെന്ന്
ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടതിന് പകരം എന്നെ ഒറ്റയ്ക്കാക്കി വിട്ട് ചതിച്ചില്ലേ നിങ്ങള്? തകർത്ത് കളഞ്ഞില്ല എന്റെ ജീവിതം. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിന്ന് മറുപടി പറയാൻ പറ്റാത്ത വിധം എന്നെ തളർത്തി കളഞ്ഞില്ലേ ജയറാമേട്ട? ജയറാമേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ഞാനെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്നെ തള്ളിവിട്ടില്ലേ? ഒന്നും മുഴുമിപ്പിക്കാതെ, ഒരു സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ നിൽക്കാതെ എന്തിനാ ജയറാമേട്ട എന്നെ വിട്ടിട്ട് പോയത്? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണർത്തി എന്നെ ചതിക്കായിരുന്നില്ലേ ജയറാമേട്ട? ആരെക്കാളും എന്നെക്കാളും ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ചതിച്ചത്? പറയേ. അമ്മേ, എന്താ അമ്മേ? എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഒന്നുമില്ലാത്ത ആള് ഇങ്ങനെ ഇരുന്ന് കരയുന്ന എന്തിനാ? അത് 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 പിന്നെ ഞാനൊന്ന് കരഞ്ഞു പോയതാ. അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചേ. അത് 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 നിന്നെ ഓർത്ത. ഒരു കാരണമില്ലാതെ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ? അത് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴുള്ള ഈ സ്വീകരണമൊക്കെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഞാൻ അറിയാതെ. അമ്മേ, അല്ല, അതൊക്കെ കൊണ്ട് അമ്മ അച്ഛന്റെ ഫോട്ടോ നോക്കി കരയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന എന്തിനാ? അത് പിന്നെ ഞാൻ ജയറാമേട്ടനോട് ആ സന്തോഷം പങ്കുവച്ചതാ. സന്തോഷം പങ്കുവെക്കുന്നതിന് ചതിച്ചെന്നൊക്കെ പറയുന്ന എന്തിനാ? ചതിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞോ? ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് മോള് കേട്ടതിന്റെ കുഴപ്പോ? അല്ല, അമ്മ എന്നോട് പല കള്ളത്തരങ്ങളും പറയുന്നു. അമ്മയ്ക്ക് കള്ളത്തരങ്ങളൊന്നും പറയാൻ അറിയില്ല. പറഞ്ഞാലേ അത് മുഖത്ത് കാണാം. ഞാൻ കള്ളൊന്നും പറഞ്ഞില്ല മോളെ. എനിക്കറിയില്ല എന്റെ അമ്മേ. അമ്മ സത്യം പറ. ഞാൻ സത്യമാ പറഞ്ഞേ. എനിക്കറിയാം. അമ്മയ്ക്ക് ഞാൻ അത്രേ ഉള്ളൂ. മോളെ മീനാക്ഷി. പക്ഷെ എനിക്കെന്റെ ദേവമ്മ എന്റെ ദേവിയാ. എന്റെ ദേവി. എന്നെ പ്രസവിച്ച് എന്റെ മാതിരിയേക്കാൾ ഇഷ്ടം എനിക്കെന്റെ ദേവമ്മ. എന്നോടല്ലേ അമ്മ ഈ നുണകളൊക്കെ പറയുന്നേ? മോളെ മീനാക്ഷി. ദേവമ്മയ്ക്ക് ഞാനിപ്പോ അന്യ. അതെനിക്കറിയാം. മീനാക്ഷി, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമല്ലേ? ദൈവമ്മ എന്നെ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ മനസ്സിലുള്ള കാര്യം ദൈവമ്മ എന്നോട് പറയുമായിരുന്നു. അത് മോളെ, ഇത് മാത്രം നീ എന്നോട് ചോദിക്കരുത്. ഞാനിപ്പത് പറയില്ല. എന്താ പറയാത്തെ?
ഞാൻ ദേവമ്മയുടെ സ്വന്തം മകളല്ലാത്തോണ്ടല്ലേ ദേവമ്മ എന്നോട് പറയാത്ത. വേണ്ട ദേവമ്മേ, എന്നോടത് പറയണ്ട. നമുക്ക് അന്യരായവരോട് നമ്മളൊന്നും പറയാൻ നിൽക്കരുത്. മോളെ, ഞാൻ നിന്നോട് ഇതിപ്പോ ഞാനത് നിന്നോട് എങ്ങനെ പറയും? ഞാൻ സ്വന്തം മോളാണെങ്കിൽ ആ മോളോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യം ദേവമ്മയ്ക്കുള്ളത്? അമ്മയ്ക്ക് ഞാനല്ലേ ഉള്ളൂ. എന്റെ അമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഞാൻ അറിയണം. അതുകൊണ്ട് എന്നോട് പറയണം. അമ്മ പറ, ഏത് കാര്യമാണെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരമില്ലേ? മോളെ, അമ്മയ്ക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും പറയമ്മേ, പറയേ. ചോദിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ? ക്യാൻസർ ആയിരുന്നെങ്കിലും ഞാൻ ഇത്രയേറെ പേടിക്കില്ലായിരുന്നു മോളെ. പിന്നെ കൺഗ്രാറ്റുലേഷൻസ്. നന്ദിനി ഒരു അമ്മയാകാൻ പോകുന്നു എന്ന്. മോളെ, അത് ഞാൻ പ്രഗ്നന്റാ. ദൈവമേ, എന്താ പറഞ്ഞേ? എനിക്കൊരു അനിയനോ അനിയത്തി ജനിക്കാൻ പോണെന്നോ? മോളെ, എന്റെ അമ്മേ, ഇതിൽ പരം വലിയൊരു സന്തോഷം എനിക്കുണ്ടാവോ? അമ്മേ, ഇതിലും വലിയൊരു സമ്മാനം അമ്മ എനിക്കിനി തരാനില്ല. ഇത് പറയാനാണോ അമ്മയ്ക്ക് ഇത്രയേറെ ടെൻഷൻ? ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഗുഡ് ന്യൂസ് എല്ലാവരെയും അറിയിക്കട്ടെ. മോളെ, നിക്ക് മോളെ, നിക്ക് മോളെ. മോളെ, ദയവ് ചെയ്ത് നീ ഇതിപ്പോ ആരോടും പറയരുത്. അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ മോള് ഇതിപ്പോ ആരെ അറിയിക്കരുത്. അതെന്താ പറഞ്ഞാല്? ഈ സന്തോഷ വാർത്ത എല്ലാരും അറിയണ്ടേ? മോളെ, നീ കരുതും പോലെ അല്ല. നിന്റെ പ്രായം അല്ല എന്റെ പ്രായം. എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. എന്ത് പരിമിതികളാ? ഒരു സന്തോഷകാര്യം പറയുന്നതിന് പരിമിതിയോ? മോളെ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കണം. മോളുടെ അച്ഛൻ, എന്റെ ജയരാമേട്ടൻ, നമ്മളെ വിട്ടു പോയിട്ട് 1 മാസം ആവുന്നു. ഞാനിപ്പോ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഈ വീട്ടില് പലരുടെയും ചൂണ്ടുവിരൽ എന്റെ നേരെ ഉയരും. നീ സന്തോഷമായിട്ട് കരുതുന്ന കാര്യം ഇവിടെ പലർക്കും നാണക്കേടായിട്ടേ തോന്നൂ. അതെന്തിനാ? അച്ഛൻ പോയപ്പോ മുത്തശ്ശിക്ക് ഓർക്കാനും ഓമനിക്കാനും ഒരു കുഞ്ഞിനെയും കൂടി കൊടുത്തായിട്ടല്ലേ മുത്തശ്ശി കരുതൂ. മുത്തശ്ശിയുടെ സന്തോഷം എന്തായിരിക്കും?
മോളെ, നീ പ്രതീക്ഷിക്കുന്നത് അതായിരിക്കും. പക്ഷെ അതിന്റെ ഫലം എതിരായാലോ? ചെമ്പകമംഗലത്തിന് ഞാൻ നാണക്കേട് വരുത്തി വെച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? ഇതൊക്കെ അമ്മയുടെ ഒരു തോന്നലാ. അങ്ങനെയൊന്നും ആരും പറയില്ല. ഞാനിത് എല്ലാരോടും പറയാൻ പോവാ. മോളെ, അരുത്. ഈ കാര്യം പറഞ്ഞ് ആരൊക്കെ നാണം കെടുത്താൻ നോക്കിയാലും ഞാൻ സഹിച്ചൊന്നു വരും. പക്ഷേ എന്റെ ജയരാമേട്ടനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ മോള് പോയി ഇപ്പൊ എല്ലാവരോടും പറയരുത്. അമ്മയോട് ഒരു തരിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഇത് പറയാൻ പാടില്ല. പറയോ മോളെ? ഇല്ല. എന്നാലും ഇത്രയും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് തന്നാന് ഒരു ഉമ്മയും കൂടി.